സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 27 ഓക്കെ. ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ സബ് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡിഫ്രാക്ഷൻ ആണ്. ഫൈൻ. സോ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 6000 ആംസ്ട്രോങ് ഈസ് യൂസ്ഡ്. ഓക്കെ, the distance between the first and the third minima in the diffraction pattern is found to be 3 mm when the screen is placed 50 cm away from the slit. The width of the slit is എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അതായത് നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേണിലെ ഒന്നാമത്തെ ഡാർക്ക് ഫ്രിഞ്ചും അതുപോലെ തന്നെ മൂന്നാമത്തെ ഡാർക്ക് ഫ്രിഞ്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്രീനും സ്ലിറ്റും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണെന്ന് പറയുന്നുണ്ട്? 50 cm ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 6000 ആംസ്ട്രോങ് ആയിട്ട് എടുക്കുന്ന അവസ്ഥയിൽ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പി, പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, അല്ലേ, പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഡി ഇൻറ്റു വൈ അപ്പോൺ ക്യാപിറ്റൽ ഡി ആണല്ലോ. വേർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻട്രൽ മാക്സിമയിൽ നിന്നിട്ട് നമ്മുടെ ഡാർക്ക് ഫ്രിഞ്ച് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ചിലോട്ട് പോയിന്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും വൈ ഈസ് ഈക്വൽ ടു പി ടൈംസ് ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ഡി എന്ന് പറയാൻ പറ്റും ആണല്ലോ. ഇനി ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്, ഐ റിപ്പീറ്റ്, ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ വൈ D1 എന്ന പൊസിഷനെ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അവിടെ പാത്ത് ഡിഫറൻസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ആണ്, ഡിഫ്രാക്ഷൻ്റെ കേസാണ്. സോ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ലാംഡ വരും ആണല്ലോ. സോ ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ഡി. ഇനി തേർഡ് ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുന്നത് YD3 എന്നാണ് ഞാൻ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, YD3 അതെന്ന് പറഞ്ഞാൽ എത്ര വരിക? 3 ടൈംസ് ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ഡി എന്ന് വരും. സോ തേർഡ് ഡാർക്ക് ഫ്രിഞ്ചും ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇപ്പോൾ എത്ര വരും? അത് ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ഡി ഇൻറ്റു 3 - 1 എന്ന് വരും. അത് എത്രയാണെന്ന് മക്കളെ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 mm ആണെന്ന്. എത്രയാണ്? 3 mm. സോ 3 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ലാംഡേൻ്റെ വാല്യൂ നമ്മളോട് എത്ര പറഞ്ഞിരിക്കുന്നത്? ലാംഡേൻ്റെ വാല്യൂ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6000 ഇൻറ്റു 10⁻10 എന്നല്ലേ. ഇൻറ്റു ഡീൻ്റെ വാല്യൂ നമ്മളോട് എത്ര പറഞ്ഞിരിക്കുന്നത്? 50 ഇൻറ്റു 10⁻² എന്നല്ലേ. 3 - 1 എന്നുള്ളത് എന്താകും? 2 ആകും. ഓൾ ഡിവൈഡഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. സോ നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ റീഅറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് സീറോസ് ഒക്കെ നോക്കാം. സോ ആദ്യമേ നമ്മൾ 0 ഒഴികെയുള്ള ബാക്കിയെല്ലാ ഡേറ്റ നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. അതിന് മുമ്പ് പോസിബിൾ ആയിട്ടുള്ള ക്യാൻസലേഷൻസ് നോക്കേണ്ടതായിട്ടുണ്ട്. സോ അത് വരുമ്പോഴത്തേക്കും ഇത് ഇവിടുന്ന് കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ നമുക്ക് ഉണ്ടാവുക 2 ആണ്. ശരിയല്ലേ? ആണല്ലോ. ഫൈൻ. സോ ഇവിടെ നമ്മൾ നോക്കുക. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു 5 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 2 ഉണ്ട്. ഇൻറ്റു ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇത് 10⁻³ ആണ് അല്ലേ. ഇവിടെ എത്രയാണ്? 10⁻−10 ഉണ്ട്. ശരിയല്ലേ? ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് 10⁻−1 എന്ന് എഴുതാം ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടൈംസ് ഇവിടെ ഒരു 10⁻³ ഉണ്ടായിരുന്നു അല്ലേ. അത് ലെഫ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തായി? ഇൻറ്റു 10⁻+3 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ 10⁻3, ഇവിടെ 10⁻3, 10⁻6 ആണല്ലോ. ശരിയല്ലേ? 10⁻−10 അപ്പോൾ എത്രയായി? 10⁻−4 എന്നായി. ശരിയല്ലേ? ഇതിവിടെ വരുമ്പോഴത്തേക്ക് എന്താവും? 10⁻−5 എന്നാകും. സോ ഇതെത്രയായി? 10⁻−5 ഇൻറ്റു നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇതെത്ര വരും മക്കളെ? 5 2 are 10, ഇത് 20 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എന്ന് വന്നു. സോ അവർ ആൻസർ ഈസ് സ്മോൾ ലെറ്റർ ഡി ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 10⁻−5 എന്ന് വന്നു. ഓക്കെ, നമ്മൾ ആൻസറിലോട്ട് നോക്കുകയാണെങ്കിൽ അത്
ഇൻറ്റു 10⁻⁴ into ടേംസിലാണ് നടക്കുന്നത് അല്ലേ. സോ ഇത് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് എന്തായി 2 × 10⁻⁴ എന്ന് വന്നു. സോ ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ക്വസ്റ്റിനകത്ത് ഹിയർ ദിസ് ഈസ് ഡാഷ് ടൈംസ് 10⁻⁴ എന്നാണ് കിടക്കുന്നത്. സോ ഇവിടെ ഡാഷിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ അല്ലെങ്കിൽ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായി കാണുമല്ലോ.